പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം നോട്ടമിടുക തന്നെയാണ് KC വേണുഗോപാൽ. അദ്ദേഹം പുറത്ത് പരസ്യമായിട്ട് അങ്ങനെയല്ല പറയുന്നതെങ്കിലും മുഖ്യമന്ത്രിയാകുമെങ്കിൽ എന്ന് വെച്ചാൽ അതിന് അനുമതി കിട്ടുകയാണെങ്കിൽ ഇരിക്കൂറിൽ നിന്നാണ് മത്സരിക്കുക. KC വേണുഗോപാലിന് വേണ്ടി സജീവ് ജോസഫ് MLA സ്ഥാനം രാജിവെക്കും എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വാർത്ത. തീർച്ചയായിട്ടും സനീഷ്, കരുനീക്കങ്ങൾ ആദ്യം മുതൽ തന്നെ നടത്തിയ ഒരു നേതാവ് തന്നെയാണ് KC വേണുഗോപാൽ. അദ്ദേഹം മത്സരിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പോൾ മന്ത്ര എന്ന പേരിലുള്ള ഒരു സർവേ ടീമിന്റെ സർവേ ഉണ്ടായിരുന്നു. ആ സർവേയിൽ അവർ മുന്നിട്ട് വെച്ചത് ഒന്നാം സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനം കൽപ്പിച്ചു നൽകിയത് അത് KC വേണുഗോപാലിനാണ്. രണ്ടാം സ്ഥാനത്ത് പിണറായി വിജയൻ, മൂന്നാം സ്ഥാനത്താണ് VD സതീശൻ ഉണ്ടായിരുന്നത്. പിന്നീടുണ്ടായ സർവേയിലെ കുറെ കൂടി താഴേക്ക് VD സതീശന്റെ പേര് മാറുകയും ചെയ്തു. ഈ പോൾ മന്ത്ര എന്ന് പറയുന്ന ആ സർവേ ടീം അത് KC വേണുഗോപാൽ പെയ്ഡ് ചെയ്ത് നിയമിച്ചവരാണ് എന്ന തരത്തിലേക്കുള്ള ചർച്ച VD സതീശനടക്കമുള്ള നേതാക്കൾക്കിടയിലുണ്ട്. അത്തരം സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡാണ് ആളെ തീരുമാനിക്കുക. ആരാകണം മുഖ്യമന്ത്രി എന്ന് UDF ഭൂരിപക്ഷം കിട്ടിയാൽ തീരുമാനിക്കുക ഹൈക്കമാൻഡായിരിക്കും. പാർലമെന്ററി പാർട്ടി യോഗം ചേരും, അഭിപ്രായം തേടും. പക്ഷേ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. ഹൈക്കമാൻഡിന്റെ താല്പര്യം KC വേണുഗോപാൽ ആകട്ടെ മുഖ്യമന്ത്രി എന്നതാണ് എങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. അദ്ദേഹം മത്സരിക്കും. ജനവിധി തേടുക ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നായിരിക്കും. അവിടെ സജീവ് ജോസഫ് ഏറ്റവും അടുത്ത അനുയായിയാണ് KC വേണുഗോപാലിന്റെ. അദ്ദേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യും, ആ സീറ്റ് വിട്ടുകൊടുക്കും. ഇരിക്കൂരിൽ നിന്ന് മത്സരിച്ച് കണ്ണൂരുകാരൻ കൂടിയായ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. ഇതിനെല്ലാം തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം ജനവിധി വരണം. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞത് മെയ് 4 വരെ കാത്തിരിക്കണം. കാരണം അതിനു മുമ്പ് ഈ ചർച്ചയും തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഫലം നേരെ തിരിച്ചാണ് LDF അനുകൂലമാണ് എങ്കിൽ വലിയ നാണക്കേട് തന്നെ UDF ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരസ്യമായി ഈ നേതാക്കളെല്ലാം